മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇതാ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. CPM തീരുമാനമെടുത്തിരിക്കുന്നു. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവും ഇടത് വിങ്ങിൽ പിണറായി ക്യാപ്റ്റനായി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് CPM ക്യാമ്പ്. KN ബാലഗോപാൽ അല്ല, പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നിരയിൽ പ്രതിപക്ഷത്തെ നയിക്കാനുണ്ടാകും. അപ്പോൾ വീണ്ടും നമ്മൾ സഭയിൽ കാണാൻ പോകുന്നത് പിണറായി VD പോരാട്ടം തന്നെയായിരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. CPM ഇതാ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുന്നു. റഹീസ് റഷീദ്, വിശദാംശങ്ങൾ. വിനിത, കേരളത്തിന്റെ അടുത്ത പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ CPIM തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ ഇന്നലെയും ഇന്നുമായി സംസ്ഥാന കമ്മിറ്റി ചേരുകയായിരുന്നു. കമ്മിറ്റിയുടെ അവസാന മണിക്കൂറിൽ തൊട്ട് മുമ്പാണ്, അല്പസമയം മുമ്പാണ് പിണറായി വിജയനാണ് അടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന തീരുമാനം സംസ്ഥാന കമ്മിറ്റിയെ നേതൃത്വം അറിയിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് പിന്നാലെ അവൈലബിൾ ആയ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ യോഗം ചേർന്ന് പിണറായി തന്നെ പ്രതിപക്ഷത്തെ നയിക്കട്ടെ എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. ആ തീരുമാനം പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവൈലബിൾ ആയ സംസ്ഥാന കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം തന്നെ AKG സെന്ററിൽ ഉണ്ടായിരുന്നു. അവർ ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം കൂടി നൽകിയതിനു ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. മറ്റെതിർപ്പുകളൊന്നും ഉണ്ടാകാത്തതിനാൽ തന്നെ പോളിറ്റ് ബ്യൂറോ, കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ തീരുമാനം അതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകിയ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകുകയായിരുന്നു. അടുത്ത പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വരുന്നു. അതായത് VD സതീശൻ വേഴ്സസ് പിണറായി വിജയൻ പോരാട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷം നമ്മൾ നിയമസഭയിൽ കണ്ടത്. അതിൽ പ്രതിപക്ഷ നേതാവായിരുന്നയാൾ ഭരണപക്ഷത്തെ നയിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്കും മുഖ്യമന്ത്രി ആയിരുന്നയാൾ പ്രതിപക്ഷത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച സ്വാഭാവികമായും ഒരു നല്ല പോരാട്ടം, ആരോഗ്യപരമായ ഭരണ പ്രതിപക്ഷ പോരാട്ടം കഴിഞ്ഞ സഭയിൽ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു തനി ആവർത്തനം ഈ പ്രതിപക്ഷത്തും ഇത്തവണത്തെ നിയമസഭയിലും കാണാം. കഴിഞ്ഞ തവണത്തെക്കാൾ വെച്ച് എണ്ണം കുറവാണ് പ്രതിപക്ഷത്തിനെങ്കിൽ പോലും പിണറായി നയിക്കുമ്പോൾ തിരിച്ചു വരാൻ സാധിക്കും. ഉരുളക്കുപ്പേരി കണക്കെ VD സതീശന് മറുപടി കൊടുക്കാൻ ഏറ്റവും നല്ലത് പിണറായി വിജയനാണ് എന്ന നേതൃത്വത്തിന്റെ ആലോചന. പിണറായി അല്ലാതെ മറ്റാര്? ഇടത് വിങ്ങിൽ പിണറായി വിജയൻ മാത്രം ക്യാപ്റ്റനായി എന്നതാണ്. അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായി എത്തുമ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ ഐറണിയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷ നിരയിൽ പോരാട്ടം നയിക്കാൻ സർക്കാരിനെതിരെ കൃത്യമായി പ്രതിപക്ഷമാകാൻ പിണറായി വിജയൻ തന്നെ എത്തുന്നു പ്രതിപക്ഷ നേതാവായി എന്നതാണ്. ലെഫ്റ്റിന്റെ ക്യാപ്റ്റൻ പിണറായി തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ പിണറായി അല്ലാതെ മറ്റാര് പ്രതിപക്ഷ നേതാവാകാൻ എന്നത് തന്നെയാണ്. റഹീസ് റഷീദ്, അതാണ് പ്രതിപക്ഷത്തിന്റെ നായകനായി പിണറായി എത്തുമ്പോൾ 10 വർഷം നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ഭരണചക്രം തിരിച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവായി എത്തുമ്പോൾ അതേ വീറോടെ വാശിയോടെ നമുക്ക് കാണാൻ കഴിയും സഭയിൽ പ്രതിപക്ഷ നേതാവായി എന്നുറപ്പാണ്. പിണറായി വിജയനാണ് എന്ന തീരുമാനം തിരിച്ചടിയിലും പിണറായി തന്നെ നയിക്കട്ടെ എന്നതാണ് CPMന്റെ തീരുമാനമായി വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നിരയെ പിണറായി വിജയൻ തന്നെ നയിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായിരിക്കുന്നു എന്നതാണ്, സംസ്ഥാന സമിതിയിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനമായിരിക്കുന്നു എന്നതാണ്. റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകുകയാണ്. വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെങ്കിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ പോളിറ്റ് ബ്യൂറോയിൽ തീരുമാനമായിരുന്നില്ല, അത് സംസ്ഥാനത്ത് തീരുമാനിക്കാം എന്ന് പറയുകയായിരുന്നു റഹീസ് റഷീദ്. അതാണ് നയിക്കാൻ മറ്റാര്? പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തും. പിണറായി അല്ലാതെ മറ്റു പല പേരുകളും ഉയർന്നെങ്കിൽ പോലും ആ ഉയർന്ന പേര് KN ബാലഗോപാലിന്റേതാണ്. പക്ഷേ മുഖ്യമന്ത്രിയായി VD സതീശൻ വരുമ്പോൾ കുറച്ചുകൂടി അഗ്രസീവായി അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ പ്രതിപക്ഷത്ത് വേണം എന്നാണ് CPM ചിന്തിച്ചത്. അപ്പോൾ അതിനകത്ത് ചില തടസ്സങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ ചർച്ചയിൽ വന്നപ്പോൾ ഉള്ളത് ഭരണപക്ഷത്തിരുന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഓടി നിൽക്കേണ്ട അല്ലെങ്കിൽ അഗ്രസീവായി കൃത്യസമയത്ത് ഇടപെടേണ്ട ഒരു പദവിയാണ് പ്രതിപക്ഷ നേതാവ്. ആ തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുള്ള ഒരു പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ വേണമോ എന്ന ചിന്ത ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ എന്ന ആ പേരിന് നറുക്ക് വീണപ്പോൾ
പിണറായി തന്നെയാണ് വി ഡി സതീശനുമായി പിടിച്ചു നിൽക്കാൻ ഏറ്റവും നല്ലത് എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാകാനുണ്ട്, ഒരു വിവരങ്ങൾക്ക് കൂടി കിട്ടുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPM എടുക്കുന്നു, അതിൽ KN ബാലഗോപാൽ കൂടി വരികയാണ് എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് LDF നേതൃത്വത്തെ കൂടി ബോധിപ്പിച്ചതിന് ശേഷമായിരിക്കും തീരുമാനമായി പുറത്തു പറയുക. പ്രത്യേകിച്ച് CP അതിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അതായത് 2011 VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു പ്രതിപക്ഷത്ത് ഉപനേതാവും നേതാവുമായിട്ടുണ്ടായിരുന്നത്. അതിൽ VS ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ കാണിച്ച ആ ചെറിയ ഇടവേള അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആ സമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് ഉയർന്നു പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതേ രീതിയിൽ തന്നെ KN ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവാക്കി ആ തരത്തിൽ ഓടി നിൽക്കേണ്ട പ്രവർത്തനത്തിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന ആ സമയത്ത് KN ബാലഗോപാലിന് സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവിന്റെ റോളിനോളം വഹിക്കാൻ കഴിയും എന്നാണ് CPM വിലയിരുത്തൽ. സഭയ്ക്കകത്ത് ഒരു പ്രതിരോധത്തിന്റെ കുന്തമുന തീർക്കാൻ പിണറായി CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഇല്ല എന്നതാണോ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? റഹീസ്, അങ്ങനെയെങ്കിൽ CPIയെ അക്കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടി വരില്ലേ? CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകേണ്ടതില്ല എന്ന ചർച്ചയാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഉപനേതാവ് സ്ഥാനം CPIM ഏറ്റെടുക്കണമെന്നും ആ പദവിയിലേക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമായ KN ബാലഗോപാൽ വരട്ടെ എന്ന ചർച്ചകളാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ CPIMന് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചതുപോലെ ഒറ്റയടിക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ആ പൊസിഷനിലേക്ക് ഇന്നയാളെ നിയോഗിക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം LDFനകത്തുണ്ട്. അത് CPI ആ പദവിക്ക് വേണ്ടി അകത്തും പുറത്തും, അതായത് MV ഗോവിന്ദനോടും TP രാമകൃഷ്ണനോടും ബിനോയ് വിശ്വം ആ ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലം, പുറത്ത് മാധ്യമങ്ങളോട് അങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾക്കുണ്ട് എന്ന് ബിനോയ് വിശ്വം തന്നെ തുറന്നു പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ CPIയുമായി സംസാരിച്ച് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് LDFലെ മറ്റു കക്ഷികളെ കൂടി അറിയിച്ചതിനു ശേഷം ഉപനേതാവ് സ്ഥാനം കൂടി ഏറ്റെടുക്കുക എന്ന തീരുമാനത്തിലേക്ക് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഉപനേതാവായി കൊട്ടാരക്കര MLA ആയ KN ബാലഗോപാൽ, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KN ബാലഗോപാൽ കൂടി വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അകത്തും പുറത്തും ഒരുപോലെ തന്നെ